KM ഷാജി വേങ്ങരയിൽ നിന്നാണ് ഇത്തവണ ജനവിധി തേടുന്നത്. നമുക്കറിയാം അഴീക്കോട് നിന്ന് 2011-ലും 2016-ലും ജയിച്ച KM ഷാജിക്ക് 2021-ൽ അവിടെ KV സുമേഷിനോട് അടിതെറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് ഇപ്പോൾ വേങ്ങര എന്ന സുരക്ഷിത ഇടത്തേക്ക് എത്തിയിരിക്കുകയാണ് KM ഷാജി. ഷാജിയുടെ പ്രതികരണം കേൾക്കാം. KM ഷാജി വേങ്ങരയിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ഈ ഒരു വേങ്ങരയ്ക്കുള്ള ഒരു സർപ്രൈസ് ആയിരുന്നു? സർപ്രൈസ് എന്ന് പറയുന്നത് പാർട്ടിയുടെ തീരുമാനങ്ങൾ വരുന്ന സമയത്ത് അതൊരു സർപ്രൈസാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. നല്ല ടൈറ്റ് ഫൈറ്റിൽ മാത്രം ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വളരെ ഈസി ആയിട്ടുള്ള രണ്ടാമത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു ലെഗസി ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഭയങ്കരമുണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു BJPയോട് ഫൈറ്റ് ചെയ്ത് ജയിക്കാനാണ് ആഗ്രഹം എന്നുള്ളത്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി പിന്തുടർച്ചക്കാരനായിട്ടാണ് ഇപ്പോൾ സഭയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത തെളിയുന്നത്. എങ്ങനെ അപ്പോൾ ഫൈറ്റ് കൂടും, മൂപ്പരുടെ പിന്തുടർച്ചക്കാരനായ ഫൈറ്റ് കൂടുക ചെയ്യുക. കാരണം മൂപ്പർ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ രണ്ട് രീതിയായിരിക്കും, പക്ഷേ ഒരു കോസാണ് ഞങ്ങളുടെ രണ്ടാളെയും സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ BJPയുമായിട്ട് മത്സരിക്കണം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ കരിയറിലാവണം എന്ന് വിചാരിച്ചിരുന്നു. അതെൻ്റെ ആഗ്രഹമല്ലേ, പാർട്ടിയുടെ ആഗ്രഹമല്ലല്ലോ. പാർട്ടി പറഞ്ഞാൽ അതല്ല വേണ്ടത്, ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞു. പാർട്ടിക്കാണല്ലോ നമ്മൾ വിധേയർ. അപ്പോൾ അതൊക്കെ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആഗ്രഹങ്ങൾ പറഞ്ഞു. അല്ല, പാർട്ടിക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരാളായതുകൊണ്ടാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് തരുന്നത്. പാർട്ടി ഇങ്ങനെ കാണുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു അംഗീകാരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രധാനമൊന്നുമില്ലെങ്കിലും പാർട്ടി നമ്മളെയും പരിഗണിക്കുന്നു എന്ന് പറയുന്നതിലുള്ള അതിഭയങ്കരമായ സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവാക്കളുടെ ഒരു നിര തന്നെയാണ് ഈ പട്ടികയിലുള്ളത്. അതും പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ. എങ്ങനെ കാണുന്നു ആ മാറ്റം? ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് ഒരു കാലത്തിൻ്റെ കണ്ണടിയാണ്. എല്ലാ കാലത്ത് വരുന്ന മാറ്റങ്ങളും ഞങ്ങളങ്ങനെ ആലോചിച്ചും ശ്രദ്ധിച്ചൊക്കെ എടുക്കാറുണ്ട്. പുതിയ കാലത്ത് വനിതകളുടെ, ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ ഒക്കെ ഒരു പുതിയ കാലമാണ്. അനുമോദിനോട് KM ഷാജി സംസാരിക്കുകയായിരുന്നു. ഫൈറ്റ് ഉള്ള ഇടങ്ങളാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ അഴീക്കോട് നിന്ന് കാസർഗോഡേക്ക് പോകാൻ KM ഷാജി നീക്കം നടത്തുന്നു, മത്സരം പേടിച്ച് എന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും സുരക്ഷിത ഇടത്താണ് എത്തുന്നത്. ഇപ്പോൾ MK മുനീർ സംസാരിക്കും. ഒരു നീണ്ട നിര തന്നെ ഈ പട്ടികയിലുണ്ട്. പിന്നെ പരിചയസമ്പന്നൻ എന്നുള്ള നിലയിൽ അതിനെ നയിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾ, കഴിഞ്ഞ നിയമസഭയിൽ നന്നായി പെർഫോം ചെയ്ത ആളുകൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു നല്ല ലിസ്റ്റാണ് മുസ്ലിം ലീഗിൻ്റെ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. താങ്കൾ ഇത്തവണ മത്സരിക്കുമെന്നുള്ളതായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. എന്തുകൊണ്ടാണ് അത് മത്സരിക്കും എന്ന് പറഞ്ഞതും പുറത്തു വന്ന വാർത്തയാണ്, മത്സരിക്കില്ല എന്ന് പറഞ്ഞതും പുറത്തു വന്ന വാർത്തയാണ്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം പാർട്ടിക്കുള്ളതാണ്. പാർട്ടിക്ക് മത്സരിക്കാമെന്നും പറയാം, മത്സരിക്കാതിരിക്കാമെന്ന് പറയാം. രണ്ട് പറഞ്ഞു കഴിഞ്ഞാലും അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി എടുത്ത തീരുമാനത്തെ ഞാൻ സർവാത്മന അതിനെ സ്വാഗതം ചെയ്യും. പാർലമെൻ്ററി രാഷ്ട്രീയം മാത്രമല്ലല്ലോ, രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിവിധ തുറകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് പാർലമെൻ്ററി രാഷ്ട്രീയം. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഏകദേശം 30 വർഷമായി ഞാൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിയമസഭയ്ക്കകത്തുണ്ട്. അത് ഒരു നീണ്ട കാലമാണല്ലോ. 2 തവണ മന്ത്രിയായിട്ടുണ്ട്. അതൊക്കെ പാർട്ടി എനിക്ക് തന്ന അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഇതൊക്കെ എനിക്ക് എന്നെക്കാൾ അർഹതയുള്ള എത്രയോ ആളുകൾ ഉള്ളപ്പോഴാണ് എനിക്കന്ന് ഈ സ്ഥാനങ്ങളൊക്കെ തന്നത്. 29ാമത്തെ വയസ്സിൽ അന്ന് ഞാൻ യുവാവാണ്. യുവാക്കൾക്ക് അന്നേ പ്രാതിനിധ്യം തന്നിട്ടുണ്ട്. അന്ന് യുവാവായ ഞാൻ 29ാമത്തെ വയസ്സിലാണ് ഇവിടെ കോഴിക്കോട് 2ാം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത്. അപ്പോൾ അത് ഇനിയിപ്പം പുതിയ ആളുകൾ വരുമ്പോൾ നമ്മൾ അവർക്ക് അവസരം നിഷേധിക്കാൻ പാടില്ലല്ലോ. കാരണം തലമുറകൾ ഇങ്ങനെ കൈമാറി പോകേണ്ടതാണ് രാഷ്ട്രീയം. അതൊക്കെ പിന്നെ യുവാക്കളാണ്. മാത്രമല്ല അവരൊക്കെ ഫൈസൽ ബാബു എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വെട്ടിത്തിളങ്ങിയിട്ടുള്ള ഒരു ആളാണ്. ആ നിലയ്ക്ക്
എം കെ മുനീർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു, പ്രതികരിക്കുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇത്തവണ മുനീറിന് സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടില്ല. അതിൽ പാർട്ടിയുടെ തീരുമാനം താൻ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് എം കെ മുനീർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അപ്പോഴും പറയുന്നു മത്സര രംഗത്തേക്കില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന കാര്യം അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയാണ്. മാധ്യമങ്ങളാണ് മറ്റു വാർത്തകൾ കൊടുത്തത്. പാർട്ടി എന്താണോ തീരുമാനമെടുക്കുന്നത് അതിനൊപ്പം നിൽക്കുമെന്നതാണ് താൻ അറിയിച്ചിരുന്നത്. അതിൽ ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന ഈ തീരുമാനം താൻ സ്വാഗതം ചെയ്യുന്നു. യുവാക്കൾക്ക് നല്ല പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തലമുറ മാറ്റം എന്നത് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ പാർട്ടി എടുത്ത തീരുമാനത്തെ താൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുകയാണ് എം കെ മുനീർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി പോകുന്നത് മറ്റൊരു തലമുറ മാറ്റത്തിന്റെ വാർത്തയിലേക്കാണ്. ഇത്തവണ PJ ജോസഫ് മത്സരത്തിനുണ്ടാകില്ല തൊടുപുഴയിൽ എന്നതാണ് മനസ്സിലാകുന്നത്. മകൻ അപ്പു ജോൺ ജോസഫ് ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാവുക. അവിടെയും ഒരു തലമുറ മാറ്റമാണ് ഉണ്ടാകുന്നത്. പൂഞ്ഞാറോ കാഞ്ഞിരപ്പള്ളിയോ വേണമെന്ന ആവശ്യത്തിൽ ജോസഫ് ഗ്രൂപ്പ് ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.